സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപാറയും ഈ ചർച്ചയിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോവുകയാണ്. KM മാണി പ്രഗത്ഭനായ ഭരണാധികാരിയെന്ന് MP വീരേന്ദ്രകുമാർ MP. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു KM മാണി. മാതൃഭൂമിയുടെ ഉറ്റ ബന്ധുവായിരുന്നു. സന്നിഗ്ധ ഘട്ടത്തിൽ മാതൃഭൂമിയെ സഹായിച്ച വ്യക്തിയായിരുന്നു KM മാണിയെന്നും MP വീരേന്ദ്രകുമാർ MP കോഴിക്കോട് അനുസ്മരിച്ചു. KM മാണിയുടെ പെട്ടെന്നുണ്ടായ മരണം എന്നെ സംബന്ധിച്ചും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ നഷ്ടമാണ്. ഏത് കാര്യം പറഞ്ഞാലും തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കും. അത് എടുത്ത തീരുമാനം വേഗത്തിൽ നടപ്പാക്കും. അങ്ങനെയുള്ളൊരു പ്രഗത്ഭനായ മന്ത്രിയും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതികായനായിരുന്നു. കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ച അക്ഷരാർത്ഥത്തിൽ ഒരു നഷ്ടമാണ് മാണിയുടെ ഈ പെട്ടെന്നുണ്ടായ മരണം. അതിഥികളിലേക്ക് വീണ്ടും പോവുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഇപ്പോൾ CPM ഏറ്റവും ശക്തമായി പറയുന്ന ഒരു വിമർശനം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയും സാമ്പത്തിക നയത്തെപ്പറ്റിയുമാണ്. കേരളത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് അതേ വിമർശനം തന്നെയാണ് CPM എപ്പോഴും ഉന്നയിക്കാറ്. പക്ഷേ നമ്മുടെ പാർലമെൻ്ററി ഭരണ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ KM മാണി എന്ന വ്യക്തി അവതരിപ്പിച്ചിരിക്കുന്നത് 13 ബജറ്റാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തെ നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിയന്ത്രിച്ച് അതിൻ്റെ ഒരു ദിശാബോധം നൽകിയ വ്യക്തി KM മാണിയായി വരുന്നു. അപ്പോൾ ഇത്തരമൊരു സാമ്പത്തിക പന്ഥാവിനെ എങ്ങനെയാണ് ഒരു CPM സഹയാത്രി എന്ന നിലയിൽ അങ്ങ് വിലയിരുത്തുന്നത്? രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായുള്ള CPMൻ്റെ കർക്കശമായ നിലപാടും എന്നാൽ അനിഷേധ്യമായി പ്രവർത്തിച്ച ഈ 13 ഘട്ടങ്ങളിലൂടെ പ്രവർത്തിച്ച KM മാണിയുടെ സാമ്പത്തിക ആസൂത്രണ പദ്ധതിയും എങ്ങനെയാണ് ഒരു പാരസ്പര്യം നിലനിർത്തുന്നത്? അത് ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലാണോ അതോ ചില വശങ്ങൾ സ്വാംശീകരിച്ചും ചിലത് തള്ളിക്കൊണ്ടുമാണോ? കേരളത്തിൽ CPIM-ഉം കേരള കോൺഗ്രസും പ്രവർത്തനം ആരംഭിച്ചത് ഒരേ വർഷമാണ്, 1964. ആദ്യകാലത്തെ ആ പ്രതിച്ഛായ കയൽ രാജാക്കന്മാരുടെയും തോട്ടം മുതലാളിമാരുടെയും പാർട്ടി എന്ന നിലവിട്ട് നേരത്തെ ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ ആലുവ പ്രമേയത്തിലൂടെ ഒരു ഇടതുപക്ഷ ചായ്വ് കൊണ്ടുവരുന്നുള്ള ശ്രമം ഒക്കെ ഉണ്ടായി. അത് വാസ്തവത്തിൽ മുന്നോട്ട് പോവുകയും ഇടതുപക്ഷ പാർട്ടികളും കേരള കോൺഗ്രസും ഒരുമിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറുമായിരുന്നു. അന്നത്തെ കോൺഗ്രസിനും പിന്നീട് BJPക്കും എതിരായി ശക്തമായ യഥാർത്ഥ ബദൽ ആയി ആ പ്രസ്ഥാനം മാറുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. 1980 ഒരു ചെറിയ കാലത്ത് മാത്രമാണ് അപ്രകാരം ഒരു ഒരുമ ഉണ്ടായത്. അത് വലിയ വിജയമായതുമില്ല, പരാജയത്തിൽ അവസാനിക്കുകയും ചെയ്തു. 13 ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ 13 ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു കേന്ദ്രമന്ത്രിക്ക്, വിശിഷ്യ ശ്രീ KM മാണിയെപ്പോലെ രാഷ്ട്രീയ ബോധം, സാമ്പത്തിക കാര്യങ്ങളുടെ അവഗാഹം, ദിശാബോധം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാകുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ദിശ അല്ലെങ്കിൽ ആ പ്രയാണം എങ്ങനെയായിരിക്കണം അത് നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നതിനുള്ള അവസരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 13ാമത്തെ ബജറ്റിനെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബജറ്റുകൾ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. CPIM-ഉം ആ രീതിയിൽ ബജറ്റ് ദിവസം ഒരുപക്ഷെ വിമർശിച്ചിട്ടുണ്ടാകുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവില്ല, തള്ളിക്കളയുന്നുമില്ല. കാരണം എല്ലാ ബജറ്റിലും കുറേ നല്ല വശങ്ങളുണ്ടാവും. KM മാണിയെ സംബന്ധിച്ച് ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ, പുതിയ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിന് തന്നെ ചിലപ്പോഴൊക്കെ അനുകരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ആ രീതിയിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു ആ 13 ബജറ്റുകളിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇടതുപക്ഷത്തിന്, CPIM-ന് പ്രത്യേകിച്ചും KM മാണിയുടെ എല്ലാ നയങ്ങളും സ്വീകാര്യമായി തീർന്നിട്ടില്ല. അതിനോട് യോജിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല, വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം KM മാണി പ്രതിനിധാനം ചെയ്യുന്ന, അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക്, തത്വശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ രണ്ട് പ്രസ്ഥാനങ്ങളും, ഈ രണ്ട് ജനകീയ പ്രസ്ഥാനങ്ങളും യോജിച്ചു പോരുന്നെങ്കിൽ, അതിനിടക്കാലത്ത് കാണിച്ചിരുന്ന ആ സൂചനകൾ അത് യാഥാർത്ഥ്യമായി കുറേ കാലം നിലനിന്നിരുന്നുവെങ്കിൽ അത് കേരളത്തിന് വലിയ നേട്ടമാകുമായിരുന്നു.
ശരി, ശ്രീ ജോർജ് പൊടിപാറ, കെ എം മാണിയുടെ അസാന്നിധ്യം കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? മാണിസാറില്ലാത്ത UDF എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനു മുമ്പത്തെ UDF ആയിരിക്കുമെന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് 3 ത്രിമൂർത്തികളെയാണ് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. അത് തമാശ രൂപത്തിൽ പറയാറുണ്ട്. കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഓമനപ്പേരും. അങ്ങനെ ആ ത്രിമൂർത്തികളുടെ പേരിലാണ്, അല്ലെങ്കിൽ അവർക്കാണ് ഈ UDF മുന്നണിയുടെ കർത്തൃത്വം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ 3 പേരും ഇടപെട്ടാണ് ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും അതുപോലെ തന്നെ ഈ മുന്നണിയുടെ രാഷ്ട്രീയ ഭാഗധേയങ്ങൾ ഒരു വലിയ അളവിൽ നിർണയിച്ചിരുന്നു. അതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയും കേരള രാഷ്ട്രീയത്തിലെ എല്ലാ ഗതിവിഗതികളെയും കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലധികമായി ഏറ്റവും അടുത്തു നിന്ന് കാണുകയും അനുഭവിക്കുകയും അതിൻ്റെ എല്ലാം സെൻട്രൽ സ്റ്റേജിൽ മുഖ്യ കഥാപാത്രമായി തന്നെ പലപ്പോഴും നിറഞ്ഞു നിന്ന വ്യക്തിയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും UDF രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരിൽ ഒരാളായ മാണിസാർ കടന്നു പോകുമ്പോൾ ഇനി അങ്ങോട്ട് ആ പാർട്ടിയിലും പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ പാർട്ടിയിലെ പ്രതിസന്ധി UDFിലേക്ക് പടരാനും സാധ്യതയുണ്ട്. ആ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ മാണിസാറിൻ്റെ പക്വതയും അല്ലെങ്കിൽ മാണിസാറിൻ്റെ അനുഭവ സമ്പത്തുമുള്ളവർ ആ പാർട്ടിയിൽ ഇല്ലാതിരിക്കെ, മാത്രമല്ല UDFിലെ ഉമ്മൻചാണ്ടിയോടും കുഞ്ഞാലിക്കുട്ടിയോടും അതുപോലെ മുതിർന്ന നേതാക്കളോടും ഇത്രമാത്രം ഹൃദയബന്ധം സൂക്ഷിക്കുന്ന മറ്റാളുകൾ ഇല്ലാതിരിക്കെ ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ UDFിൻ്റെ രാഷ്ട്രീയ ഗതിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മാണിസാറിൻ്റെ അഭാവം വലിയൊരു ശൂന്യതയും അതുപോലെ തന്നെ വലിയ ഒരു വിടവും സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ UDF രാഷ്ട്രീയം ഇപ്പോഴത്തെ പോലെ മാണിസാർ ഉള്ള കാലഘട്ടത്തിലും ചില പ്രതിസന്ധികൾ ഉണ്ടാവുകയും അദ്ദേഹം UDF വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പലവട്ടം വീണ്ടും തിരിച്ചു വന്നു. UDFിൻ്റെ ഭാഗമായി ആ ഒരു മെയ്വഴക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിണത പ്രജ്ഞത കാണിക്കാൻ പോകുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ആ പാർട്ടിയിൽ ഉണ്ടോ? അതിനനുസരിച്ച് ഉയരാനും വളരാനും അതിനനുസരിച്ച് സ്വയം പരിണമിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ മെയ്വഴക്കം ആ പാർട്ടിയിലെ നേതാക്കൾ കാണിക്കുമോ എന്ന കാര്യത്തിൽ. മാത്രമല്ല, അത്രത്തോളം പാർട്ടി അണികളെ ആ പാർട്ടിയിലെ ആരെയും സ്വാധീനിക്കാനും തൻ്റെ തീരുമാനവും തൻ്റെ നിർദ്ദേശങ്ങളും നിലപാടുകളുമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താനും പോകുന്ന ഒരു അതീശത്വം ആ പാർട്ടിയിലെ മറ്റൊരു നേതാവിനും തൽക്കാലം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ, കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, കേരള രാഷ്ട്രീയത്തിലെ ഇടത് വലത് BJP മുന്നണികളടക്കം ബഹുമാനിക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വം എന്നുള്ള നിലയിൽ, ദേശീയ തലത്തിൽ തന്നെ കേരള കോൺഗ്രസിന് എക്കാലത്തും ഉയർത്തിപ്പിടിക്കാവുന്ന മുന്നോട്ട് വെക്കാവുന്ന ജ്വാജ്വല്യമാന്യമാനമായ ഒരു അപൂർവ വ്യക്തിത്വം എന്നുള്ള നിലയിൽ മാണിസാറിന് ആ പാർട്ടിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വാധീനവും ശേഷിയും അതുപോലെ തന്നെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയെ, ആ പാർട്ടിയെ തന്നോടൊപ്പം ഉറപ്പിച്ചു നിർത്താനുമുള്ള കഴിവ് ഇനി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് എത്ര കണ്ടുണ്ടാകും എന്നതായിരിക്കും ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മും UDFും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശുഭകരമായ പ്രയാണത്തിൽ നിർണായകമാകുക എന്നാണ് ഞാൻ കരുതുന്നത്. അക്കാര്യത്തിൽ വലിയൊരു പങ്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിക്കും അതോടൊപ്പം തന്നെ ശ്രീ PJ ജോസഫിനും ഇനിയുള്ള ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ അതിവിദൂര ഭാവിയിലും അല്ല, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടി വരിക ഈ 2 നേതാക്കൾക്കുമായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മാണിസാറിൻ്റെ അഭാവത്തിൽ ഈ 2 നേതാക്കൾക്കും ഉള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ഇത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു സന്ധിയാണ്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ. ഇടവേളയിലേക്ക് പോയതിനു ശേഷം ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെയും ശ്രീ ബാലകൃഷ്ണപിള്ളയുടെയും പ്രതികരണത്തിലേക്ക്. സൂപ്പർ പ്രേമിയുടെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജ് 2 മിനിറ്റിൽ അങ്ങ് മറുപടി ചുരുക്കണമെന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങോട്ട് നേരത്തെ പറഞ്ഞു ഇത് യോജിപ്പിക്കുന്നതിൽ ഒരു വീഴ്ച KM മാണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന്.
പക്ഷേ ഇത് ഏകോപിച്ച് നിന്നാൽ പോലും ഇപ്പോൾ ഏകോപിച്ച ഘട്ടത്തിനെ പറ്റി വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് KM മാണി. എന്നാൽ അത്ര വലിയ ഒരു മുന്നേറ്റം നടത്താൻ ഏകോപിച്ച് നിന്നാലും കഴിയുന്നൊരു പ്രസ്ഥാനമായിരുന്നോ കേരള കോൺഗ്രസ്? ഇപ്പോൾ 32-ൽ DMK അതുപോലെ തന്നെ ഉയർന്നു വരുമായിരുന്ന ഒരു പ്രസ്ഥാനം, പിളർപ്പുകൾ കൊണ്ട് മാത്രം ഭരണത്തിലേക്ക് വരാൻ കഴിയാതിരുന്ന, മുഖ്യ ഭരണ പാർട്ടിയായി വന്ന് അധികാരം പിടിക്കുക എന്നതിലേക്ക് വളരാൻ കഴിയാതിരുന്ന പ്രസ്ഥാനം എന്ന താരതമ്യം എത്രമാത്രം ശരിയാണ്? അല്ല, ഞാനിപ്പോൾ തനിച്ച് ഭരണം പിടിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ പിളർപ്പുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ വളരെ നിർണായകമായ ഒരു ശക്തിയായി കേരള കോൺഗ്രസ് മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഇന്ന് കാണുന്ന ആ ഒരു 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 എന്താ പറയുക, പിന്തുണയ്ക്കപ്പുറം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് പിന്തുണ ലഭിക്കുമായിരുന്നു. അത് ചുരുങ്ങിപ്പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പിളർപ്പുകൾ തന്നെയാണ്. അതിനകത്തിപ്പോൾ ഞാൻ മാണിസാറിന് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു വിമർശനം ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് പിന്നീടുണ്ടായ കാലഘട്ടത്തിൽ ശ്രീ KM ജോർജിന് ശേഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഒരു വിമർശനപരമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷേ അത് ചരിത്രം വിലയിരുത്തേണ്ട കാര്യമാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മാണിസാറിന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. 49-ലെ ഈ DMK പോലെ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവർ അധികാരത്തിൽ വന്നതുപോലെ വരാൻ കഴിയുമായിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു ഐക്യപ്പെട്ടു നിന്നിരുന്നെങ്കിൽ കേരള കോൺഗ്രസ്. അത് KM മാണി ഉന്നയിച്ചാലും ആ അവകാശവാദം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ശരിയാണ് സാർ? അല്ല, തുടക്കത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് കാർഷിക മേഖലയും കർഷകരുമാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു 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 പിന്തുണ, കേരള കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വിഭാഗം എന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖല എടുക്കുക, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം അടങ്ങുന്ന ആ മേഖലയുടെ ഒരു പിന്തുണ തന്നെ പൂർണ്ണമായി ആർജിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എത്രയോ നിർണായകമായ ശക്തിയാകുമായിരുന്നു. 70-കളിൽ കേരള കോൺഗ്രസിൻ്റെ നിർണായകമായിട്ടുള്ള സ്വാധീനം എന്തായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. പക്ഷെ പിന്നീടുണ്ടായ ഈ അപജയങ്ങൾ സ്വാഭാവികമായും പല വിഭാഗങ്ങളെയും കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്താനും ഈ പിളർപ്പുകളൊക്കെ ഒഴിവാക്കാനുമുള്ള ഒരു നിർണായകമായൊരു നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഇന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ശക്തനായ ഒരു നേതാവായി അദ്ദേഹം മാറുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം. കോൺഗ്രസിന്റെ ബാലകൃഷ്ണപിള്ള സാർ, അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി ചുരുക്കി അങ്ങ് മറുപടി പറയണം ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മുഴുവൻ കണ്ടയാളാണ്. ഇപ്പോൾ PT ചാക്കോ വിടവാങ്ങുന്നു, അതുപോലെ തന്നെ KM ജോർജ് വിടവാങ്ങുന്നു. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ വിടവാങ്ങലിന് ശേഷം അതിന് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ആഘാതങ്ങളുണ്ട്. സമാനമായൊരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിലെ KM മാണി വിടവാങ്ങുന്നു. ആ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും സാർ? അത് പൊടിപാറ പറഞ്ഞതാണ് ശരി. പൊടിപാറ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതായത് ഒരു കാരണവശാലും PJ ജോസഫും ജോസ് കെ മാണിയും കൂടി ഒന്നിച്ചു പോകാൻ പോകുന്നില്ല, ഒരു സംശയവും വേണ്ട. എനിക്ക് ഈ ജോസ് കെ മാണി വലിയ പരിചയമില്ല, പക്ഷേ PJ ജോസഫിനെ നന്നായിട്ടറിയാം. PJ ജോസഫ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടിയിൽ തുടരും എന്ന് ആരും വിചാരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സ്വാഭാവികമായും അത് കുഴപ്പത്തിലേക്ക് പോകും, സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം വേണം മനസ്സിലാക്കണം, ഈ കേരള കോൺഗ്രസിനെ ഈ സ്ഥിതിയിലേക്ക് മാറ്റിയതാരാ? മാണിയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും മറ്റേ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ പോലെ എല്ലാ വിഭാഗങ്ങൾക്കും അംഗീകാരമുള്ള വിശ്വാസമുള്ള ഏതെങ്കിലും ജാതിയുടെ സമുദായത്തിൻ്റെ ആണെന്ന് പറയുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല കേരള കോൺഗ്രസ്. ഇത് തിരുനക്കര മൈതാനത്ത് പറന്നു വീഴുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ഉള്ള ഒരു പാർട്ടിയായിരുന്നു. അതല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വം KM ജോർജിനോ ഞങ്ങൾക്കാർക്കുമല്ല, ഉത്തരവാദിത്വം മാണിക്കാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഫലമാണ് ശോഷിച്ച് 5-6 MLA-മാരായിട്ട് മുന്നണിയിൽ നിന്നുകൊണ്ട് വരേണ്ടി വന്നത്.
ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 25 സീറ്റ് കിട്ടുന്ന പാർട്ടി രണ്ടാമത് മത്സരിച്ചപ്പോൾ 6 സീറ്റ് കിട്ടിയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്നല്ലാതെ ഒരു സീറ്റ് പോലും കിട്ടാത്ത പാർട്ടിയായി മാറിയത് ഈ പിളർപ്പ് കൊണ്ടാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. സമയം വല്ലാതെ കടന്നുപോയതുകൊണ്ട് ശ്രീ ബാലകൃഷ്ണപിള്ള സാർ, അങ്ങ് ഈ അവസരത്തിൽ പ്രതികരിക്കാൻ സന്നിഹിതനായതിൽ അങ്ങയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. KM മാണി എന്ന അധ്യായം അവസാനിക്കുകയാണ്. എന്നാൽ കേരള കോൺഗ്രസ് മാണി എന്ന പാർട്ടിയെ സംബന്ധിച്ച് വെല്ലുവിളികളുടെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.